ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സി സെക്ഷൻ റിക്കവറി ജേർണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ സി സെക്ഷൻ സമയത്ത് എപ്പോൾ ഈ കത്തീറ്റർ ട്യൂബ് ഇടും, അതെപ്പോൾ റിമൂവ് ചെയ്യും, അത് പെയിൻഫുൾ ആയിരിക്കും എന്നെല്ലാം ചോദിച്ചിട്ടാണ് ഒരു കമൻറ്റ് ഇട്ടത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ചില അമ്മമാർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി ഉള്ള ആൾക്ക് ചിലപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും. ഇത് പെയിൻ ഉണ്ടാവോ, ഇത് എങ്ങനെയായിരിക്കും എന്നല്ല. നമുക്ക് അറിയതേ ഉണ്ടായിട്ട് ഇങ്ങനെ സംഭവമേ ഉണ്ട് നമുക്ക് അറിഞ്ഞിട്ടാ. ഞാൻ ആരോട് ചോദിച്ചിട്ടുമില്ല, ഇങ്ങനെ ഉണ്ട് എന്ന് അറിയില്ലല്ലോ, ഇങ്ങനെ ട്യൂബ് ഇടുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഈ സി സെക്ഷൻ സമയത്ത് നമുക്ക് യൂറിൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കത്തീറ്റർ ട്യൂബ് ഇടുന്നത്. അപ്പോൾ ഈ ട്യൂബിലൂടെ യൂറിൻ ഒരു ബാഗിലേക്ക് പോകും. അപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഈ നമുക്ക് അനസ്തേഷ്യ തരുന്ന സമയത്ത് തന്നെ ഈ ട്യൂബ് ഇടും. അപ്പോൾ നമുക്ക് ആ അനസ്തേഷ്യന്റെ ഹാങ് ഓവർ ഉള്ളതുകൊണ്ട് പെയിന് അറിയില്ല. പക്ഷെ ചില ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല, നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഈ ട്യൂബ് ഇടും. നമുക്ക് അങ്ങനെയാണ് കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇട്ടത്. അപ്പോൾ പെയിൻ എന്താന്ന് വെച്ചെങ്കിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. അത് കുറച്ച് സെക്കൻഡ് മാത്രം, പിന്നെ നമുക്ക് മനസ്സിലാവില്ല ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടുന്ന സമയത്ത് മാത്രം ചെറിയൊരു ഇറിറ്റേഷൻ. അത് അമ്മ ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചാൽ മതി എപ്പോൾ ഇടുന്നതെന്നല്ല, ആ സമയത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എണിച്ചിട്ട് നടക്കാൻ കഴിയുന്ന സമയത്തായിരിക്കും ഈ ട്യൂബ് ഊരുന്നത്. ഊരുമ്പോഴും ഇങ്ങനെ വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത പോലെ. അത് കുറച്ച് സെക്കൻഡ് മാത്രമേ ഉണ്ടാവൂ. പിന്നെ ചില ആൾക്ക് ഊരിക്കഴിഞ്ഞിട്ട് മൂത്രമൊഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നീറ്റില്ല, പുകച്ചില്ല, അങ്ങനെ ഉണ്ടാവും. ട്യൂബ് ഇട്ടിട്ടുണ്ടായത് കൊണ്ട് ചിലപ്പോൾ ഊരിയ സമയത്ത് അങ്ങനെ വരും. ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, കാരണം ഇത് അത്ര വലിയൊരു പ്രോസസ് അല്ല. നമ്മള് ഈ സി സെക്ഷൻ എന്ന് പറയുന്നത് പോലെ വലിയൊരു പ്രോസസ് അല്ല ഇത്. നമുക്ക് ആ സമയത്ത് മൂത്രം പോകുന്നത് നമുക്കറിയില്ല, ഈ ഒബ്സർവേഷനിലൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂബ് ഇടുന്നത്. നമുക്ക് എണിച്ചിട്ട് നടക്കുന്ന സമയത്ത് അത് റിമൂവ് ആക്കും. വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഒരു ഇറിറ്റേഷൻ അത്രയും ഉണ്ടാവും. ആദ്യമായിട്ട് അമ്മയാവാൻ പോകുന്ന ആൾക്ക് അവർക്കെല്ലാം ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും. അത് മുൻകൂട്ടി അറിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് പെയിൻ ഉണ്ടാവുമെന്നല്ല. പിന്നെ ഓരോരാളെ എക്സ്പീരിയൻസ് വേറെ വേറെ. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഓരോരാളെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് നിങ്ങളെ ഡോക്ടറോട് മുൻകൂട്ടി ഇങ്ങനെ നിർദ്ദേശങ്ങൾ ചോദിക്കുക ഇങ്ങനെയെന്നല്ല. അപ്പോൾ ഇതുപോലെ സി സെക്ഷൻ ഡെലിവറിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസും പൊതുവായ ഒരു വിവരം വെച്ചിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും. ബൈ.